ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ നീതു സി മോഹൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയെ പറ്റിയാണ്. ജീവിത രീതി അനുസരിച്ച് ശരീരത്തിൽ കുറവ് വരാൻ സാധ്യതയുള്ള ഒന്നാണ് വൈറ്റമിൻ ഡി. അത് കുറഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ചിലവില്ലാതെ തന്നെ വൈറ്റമിൻ ഡി നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിന്റെ സ്വാസ്ഥ്യത്തിന് വൈറ്റമിൻ ഡി വളരെ ആവശ്യമാണ്. അതായത് ശരീരത്തിന് ശക്തി നൽകുകയും അസ്ഥിക്ക് ബലം നൽകുകയും ചെയ്യുന്നു. കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയവയെ ആഗിരണം ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത്. പ്രതിരോധ ശേഷി കൂട്ടുക, തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് വൈറ്റമിൻ ഡിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. ഹൃദയ സംബന്ധമായ അസുഖങ്ങളും മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് തുടങ്ങിയ അസുഖങ്ങൾ വരുന്നതിനുള്ള ചാൻസും കുറയ്ക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് ഇൻസുലിൻ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള പലർക്കും ഷുഗർ ലെവൽ ഹൈ ആയിരിക്കും. ലോകത്തിൽ ഏകദേശം 1 മില്യൺ ആളുകൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ്, അതായത് കണരോഗം. ഇത് കുട്ടികളുടെ എല്ല് ദുർബലമാക്കുന്നു. കൂടുതലും റൂമിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നടുവേദന, പേശിവേദന, തലവേദന, ചെറുതായിട്ടൊന്ന് വീണാൽ തന്നെ എല്ല് പൊട്ടലുണ്ടാകുക, മുറിവ് ഉണങ്ങാതിരിക്കുക, മലബന്ധമുണ്ടാകുക, ക്ഷീണം, പ്രതിരോധ ശേഷി കുറയുക. അതുകൊണ്ട് തന്നെ നിരന്തരമായി പനി ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. 20 മില്ലി എങ്കിലും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. കൊഴുപ്പിൽ അലിഞ്ഞു ചേരുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻ പോലെയല്ല, ഇത് കൊഴുപ്പിന്റെ രൂപത്തിലാണ് ശരീരത്തിൽ ശേഖരിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. എന്നാൽ വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രമല്ല, ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നും നമുക്ക് കിട്ടും. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മുട്ട, മത്സ്യം, ബീഫ്, ലിവർ, ധാന്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നതാണ്. കൂൺ വൈറ്റമിൻ ഡിയുടെ ഒരു പ്രധാന സ്രോതസ്സാണ്. കൂടാതെ അവക്കാഡോ, കിവി, അത്തിപ്പഴം, ഓറഞ്ച്, പപ്പായ, പൈനാപ്പിൾ, വാട്ടർമെലോൺ, സ്പിനാച്ച്, മഷ്റൂം തുടങ്ങിയവയിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.